നമസ്കാരം. മേടം മുതൽ മീനം വരെയുള്ള 12 കൂറുകാർക്ക് ഈ വരുന്ന ജൂൺ മാസം എങ്ങനെയുണ്ട് എന്നാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. ആദ്യമായി മേടക്കൂറ് അശ്വതി ഭരണി കാർത്തിക നാളിൻ്റെ ആദ്യ കാൽഭാഗം 15 നാഴിക ചേർന്നതാണ് മേടക്കൂറ്. ഈ ജൂൺ മാസം ഗുണങ്ങളും ദോഷങ്ങളും ഇടകലർന്ന സമയമാണ്. എല്ലാ കാര്യങ്ങളും വിചാരിക്കുന്നത് പോലെ കൃത്യമായിട്ട് വേഗം ശരിയാകണമെന്നില്ല. അപ്രതീക്ഷിതമായി പല കാര്യങ്ങളിലും തടസ്സങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. നിങ്ങളുടെ പ്രവർത്തന രംഗത്ത് വളരെ പ്രതികൂലമായ ദോഷകരമായ ചില സാഹചര്യങ്ങളൊക്കെ അനുഭവപ്പെടാം. എന്ത് കാര്യത്തിന് നിങ്ങൾ ഇറങ്ങിത്തിരിച്ചാലും അതിലൊക്കെ ഒരു കാലതാമസം അനുഭവപ്പെടാൻ ഇടയുണ്ട്. കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് സാമ്പത്തിക നഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധാപൂർവം ചെയ്യുക. പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് അത് ലഭിക്കുന്നതിന് ചിലപ്പോൾ തടസ്സങ്ങളുണ്ടായെന്ന് വരാം. വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ കുറെ കൂടി കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതാണ്. അല്ലാത്ത പക്ഷം ഉദ്ദേശിക്കുന്ന ഫലമുണ്ടാവുകയില്ല. ആരോഗ്യപരമായ കാര്യങ്ങളിലും കുറച്ചുകൂടി ജാഗ്രത ഉണ്ടാകുന്നത് നിങ്ങൾക്കെന്തുകൊണ്ടും നല്ലതാണ്. സംഭാഷണങ്ങളിൽ വളരെ കരുതലും മിതത്വവും ശീലിക്കേണ്ടതാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി ശ്രദ്ധയോടുകൂടി എല്ലാവരോടും ഇടപഴകുക. ദീർഘകാലമായി മനസ്സിൽ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങളൊക്കെ സാധിക്കാൻ സാധ്യതയുണ്ട്. അവിചാരിതമായ ചില നേട്ടങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചേക്കാം. പുതിയ മേഖലയിൽ പ്രവർത്തനം ആരംഭിക്കാനുള്ള ഒരു അവസരമുണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ചില പ്രയോജനങ്ങളൊക്കെ കാണുന്നു. ഔദ്യോഗിക രംഗത്തുള്ളവർക്ക് തീരുമാനമെടുക്കുന്നത് വളരെ ശ്രദ്ധിച്ച് വേണം. ഇല്ലാത്ത പക്ഷം ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി വരും. ഇങ്ങനെ സമയത്തിൽ പ്രതികൂലമായ ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നാലും എല്ലാ തടസ്സങ്ങളെയും പ്രതിബന്ധങ്ങളെയും മറികടന്ന് ഉദ്ദേശിക്കുന്ന നല്ല ഫലങ്ങൾ ലഭിക്കുന്നതിനുള്ള പ്രായോഗികമായ വഴികളുണ്ട്, അതിനുള്ള മാർഗങ്ങളുണ്ട്. വ്യക്തിപരമായി നിങ്ങളുടെ സമ്പൂർണമായ രാശി വിചിന്തനം നടത്തി അതിനനുസരിച്ചുള്ള ഉചിതമായ പ്രതിവിധികൾ ചെയ്ത് മുമ്പോട്ട് പോകേണ്ടതാണ്. അടുത്തത് ഇടവക്കൂറാണ്. കാർത്തിക അവസാനത്തെ മുക്കാൽ ഭാഗം, അതായത് ഒടുവിൽ വരുന്ന 45 നാഴിക, രോഹിണി മകയിരത്തിൻ്റെ ആദ്യ പകുതി 30 നാഴിക, ഇവ ചേർന്നതാണ് ഇടവക്കൂറ്. ഈ ജൂൺ മാസം പൊതുവെ വളരെ അനുകൂലമായിരിക്കും. മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. പുതിയ ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അത് സാധിക്കുന്നതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തൃപ്തികരമായ ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. വിവിധ മേഖലകളിലായി സ്വന്തമായി തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും വളരെ പ്രയോജനങ്ങളുണ്ടാകും. സാമ്പത്തിക പുരോഗതികൾ കൈവരിക്കാൻ കഴിയും. പലവിധ നേട്ടങ്ങൾ ലഭിക്കുകയും ചെയ്യും. IT, ബിസിനസ് തുടങ്ങി വിവിധ മേഖലകളിൽ അന്യദേശങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും വളരെ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. നിങ്ങൾക്ക് ജോലിയിൽ സ്ഥാനക്കയറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായി കൂടുതൽ പ്രയോജനം ലഭിക്കാൻ ഇടയുണ്ട്. നിങ്ങൾക്ക് അവിടെ കൂടുതൽ സൗകര്യങ്ങൾ വന്നു ചേരാനും ദീർഘകാലമായി ആഗ്രഹിക്കുന്നതിനനുസരിച്ചുള്ള വാസസ്ഥാനം ലഭിക്കാനും ഒക്കെയുള്ള സാധ്യത കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ആഗ്രഹിക്കുന്ന രീതിയിൽ പഠന പുരോഗതി നേടിയെടുക്കാൻ കഴിയും. കൂടുതൽ ഉപരിപഠനം കൈവരിക്കാൻ ആവശ്യമായ നിലയിൽ വിദ്യാഭ്യാസ പുരോഗതി ഉണ്ടാവുകയും ചെയ്യും. കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായ ഒട്ടേറെ നേട്ടങ്ങളുണ്ടാകും. ബിസിനസ്സിൽ വളരെ വലിയ പുരോഗതി ലഭിക്കും. നിങ്ങൾക്ക് കസ്റ്റമർമാരുമായി ഊഷ്മളമായ ബന്ധം നിലനിർത്തുന്നതിനും നിങ്ങളുടെ സ്വന്തം ബിസിനസ് മേഖലയെപ്പറ്റി
ആഴത്തിൽ അറിവുകൾ നേടി അതിനനുസരിച്ച് പുരോഗതി കൈവരിക്കുന്നതിനുള്ള അവസ്ഥയും ഉണ്ടാകുന്നതാണ്. കുടുംബത്തിൽ സ്വസ്ഥതയും സന്തോഷവും നിലനിൽക്കുന്നതാണ്. സന്താനങ്ങളുടെ അഭിവൃദ്ധിയിൽ സന്തോഷിക്കാൻ അവസരമുണ്ടാകും. ജീവിതത്തിൽ ദീർഘകാലമായി ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ അവസരമുണ്ടാകും. ഗൃഹനിർമ്മാണം ആഗ്രഹിക്കുന്നവർക്ക് ഉടനെ അത് ആരംഭിക്കുന്നതിനുള്ള അവസരമുണ്ടാവുകയും ചെയ്യും. നിങ്ങളുടെ ജാതകത്തിലുള്ള അപൂർവമായ നല്ല യോഗങ്ങൾ ഫലപ്രദമാകാൻ സാധ്യതയുള്ള സമയമാണ്. അടിസ്ഥാനപരമായി ജന്മരാശിയിൽ കാണുന്ന നല്ല യോഗങ്ങളുടെ പ്രയോജനം ലഭിക്കുകയും ജീവിതത്തിൽ വളരെ അപൂർവമായ വഴിത്തിരിവുകളിലേക്ക് എത്തിച്ചേരാനുള്ള അവസരമുണ്ടാവുകയും ചെയ്യുന്നതാണ്. സമഗ്രവും സമ്പൂർണവുമായ രാശി വിചിന്തനത്തിലൂടെ വസ്തുതകൾ മനസ്സിലാക്കി വേണ്ടത് ചെയ്ത് മുമ്പോട്ട് പോവുക. മകയിരം അവസാന പകുതി 30 നാഴിക, തിരുവാതിര പുണർതം നാളിൻ്റെ ആദ്യ മുക്കാൽ ഭാഗം അതായത് 45 നാഴിക ഇവ ചേർന്ന മിഥുനക്കൂറുകാർക്ക് ഈ വരുന്ന ജൂൺ മാസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. പുതിയ ജോലിക്ക് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഉടനെ അത് നടക്കണമെന്നില്ല. അപ്രതീക്ഷിതമായ തടസ്സങ്ങൾ തൊഴിൽപരമായ കാര്യങ്ങളിൽ ഉണ്ടാകാം. നിങ്ങളിൽ ചിലർക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനുള്ള അവസരങ്ങൾ ലഭിച്ചേക്കാൻ ഇടയുണ്ട്. നമ്മൾ തുടങ്ങാൻ പോകുന്നത് എന്താണോ അതിനെപ്പറ്റി നന്നായി പഠിച്ചു മനസ്സിലാക്കി വേണ്ടത് ചെയ്യുക. നിലവിലുള്ള നിങ്ങളുടെ കർമ്മരംഗത്ത് അത്ര അനുകൂലമല്ലാത്ത പല മാറ്റങ്ങളും ഉണ്ടാകും. ശ്രദ്ധയോടെ മുമ്പോട്ട് പോവുക. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ വളരെ ജാഗ്രത വേണം, ഇല്ലെങ്കിൽ പരാജയ സാധ്യതയാണ് ഉള്ളത്. കച്ചവടക്കാർക്ക് സാമ്പത്തിക നഷ്ടങ്ങൾക്കിടയുണ്ട്. നിങ്ങളുടെ കച്ചവട കാര്യങ്ങളെപ്പറ്റി ശരിക്കും പഠിച്ച് മനസ്സിലാക്കി മുമ്പോട്ട് പോവുക. എല്ലാ കസ്റ്റമർമാരുമായുള്ള ബന്ധം നന്നായി സൂക്ഷിക്കുക. എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടുകൂടി ചെയ്യുക. കുടുംബത്തിൽ ചെറിയ അസ്വസ്ഥതകൾക്കൊക്കെ സാധ്യതയുണ്ട്. സംഭാഷണത്തിൽ വളരെ കരുതലും മിതത്വവും ശീലിക്കുന്നത് വളരെ നന്നായിരിക്കും. ധൃതിയോടുകൂടി ഒരു കാര്യങ്ങളും ചെയ്യാതിരിക്കുക. എല്ലാ കാര്യങ്ങളിലും ജാഗ്രതയും സൂക്ഷ്മതയും പാലിക്കുക. പണമിടപാടുകളിൽ അതീവ ശ്രദ്ധ വെച്ച് പുലർത്തുക. ബന്ധങ്ങൾ ഭംഗിയായി മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് വളരെ ജാഗ്രതയോടുകൂടിയുള്ള സമീപനം സ്വീകരിക്കുക. തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. എത്ര തന്നെ ഗ്രഹസ്ഥിതിയിൽ പ്രതികൂലമായ സാഹചര്യങ്ങൾ അനുഭവപ്പെട്ടാലും അതെല്ലാം മറികടന്ന് ജീവിതത്തിൽ നല്ല വിജയവും ഉയർച്ചയും നേടിയെടുക്കുന്നതിനുള്ള മാർഗങ്ങളുണ്ട്. സമഗ്രവും സമ്പൂർണവുമായ സൂര്യരാശി ചിന്ത ചെയ്തുകൊണ്ട് വസ്തുതകൾ ശരിയായി മനസ്സിലാക്കി പരിഹാരം ചെയ്ത് മുമ്പോട്ട് പോവുക. അടുത്തത് കർക്കടകക്കൂറാണ്. പുണർതം നാളിൻ്റെ അവസാന കാൽഭാഗം പൂയം ആയില്യം ഇവ ചേർന്ന കർക്കടകക്കൂറുകാരെ സംബന്ധിച്ച് ഗുണങ്ങളും ദോഷങ്ങളും ഇടകലർന്നതായിട്ടുള്ള സമയമാണ് കാണുന്നത്. നിങ്ങളുടെ കർമ്മരംഗത്ത് അത്ര അനുകൂലമല്ലാത്ത സാഹചര്യങ്ങൾ അനുഭവപ്പെട്ടേക്കാം. പുതിയ ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് തടസ്സങ്ങൾ ഉണ്ടാകാം. നിങ്ങളുടെ തൊഴിൽ രംഗത്ത് അപ്രതീക്ഷിതമായ സാമ്പത്തിക നഷ്ടങ്ങൾ, കാര്യപരാജയങ്ങൾ ഇതൊക്കെ വന്നു ചേരാൻ ഇടയുണ്ട്. യാത്രാക്ലേശം, അലച്ചിൽ ഇതിനുള്ള സാധ്യതയും കാണുന്നുണ്ട്. IT മേഖലയിലായാലും ബിസിനസ് മേഖലയിലായാലും അന്യദേശത്ത് ജോലി ചെയ്യുന്നവർ കുറെ കൂടി ശ്രദ്ധ വയ്ക്കണം. നിങ്ങളുടെ തന്നെ അശ്രദ്ധയും ആലോചനക്കുറവും കാരണം നിങ്ങളുടെ ജോലിയിൽ പോരായ്മകളും പ്രയാസങ്ങളും അനുഭവപ്പെടാനുള്ള സാധ്യതയാണ് കാണുന്നത്. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ ഉദ്ദേശിച്ച ഫലമുണ്ടായെന്ന് വരില്ല. വളരെ ശ്രദ്ധിക്കുക. കച്ചവടക്കാർക്ക് സാമ്പത്തിക നഷ്ടങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ വളരെ സൂക്ഷ്മതയോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്ത് മുമ്പോട്ട് പോവുക. വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്യുന്നവർക്കും സമയം അത്ര നല്ലതല്ല. ശ്രദ്ധയോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്യുക. കുടുംബത്തിൽ ചെറിയ ചില അസ്വസ്ഥതകൾക്കൊക്കെ സാധ്യതയുണ്ട്. ബന്ധങ്ങൾ ഭംഗിയായി തുടർന്നു കൊണ്ടുപോകുന്നതിന് വേണ്ടത്ര കരുതലും സൂക്ഷ്മതയും ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകേണ്ടത് ആവശ്യമാണ്.
നിങ്ങൾക്ക് എത്ര തന്നെ പ്രതികൂല സാഹചര്യങ്ങൾ നേരിടേണ്ടതായി വന്നാലും അവയെല്ലാം തരണം ചെയ്ത് നല്ല വിജയം നേടാനുള്ള മാർഗങ്ങൾ തീർച്ചയായിട്ടുമുണ്ട്. വ്യക്തിപരമായി നിങ്ങളുടെ സൂക്ഷ്മമായ ഗ്രഹസ്ഥിതി വിശകലനം ചെയ്ത് ഉചിത പ്രതിവിധി ചെയ്ത് മുമ്പോട്ട് പോവുക. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് മകം, പൂരം, ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യ കാൽഭാഗം ഇവയാണ് ചിങ്ങക്കൂറിൽ വരുന്നത്. സമയം വളരെ അനുകൂലമാണ്. ഈ ജൂൺ മാസം മനസ്സിൽ ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ അധികവും നടക്കുന്നതാണ്. നിങ്ങളുടെ കർമ്മരംഗത്ത് വളരെ ഗുണകരമായിട്ടുള്ള നല്ല മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് വൈകാതെ അത് സാധിക്കുന്നതാണ്. നിങ്ങളിൽ പലർക്കും നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുന്നതിനുള്ള അവസരമുണ്ടാകും. അത് വിജയിപ്പിക്കാനായിട്ട് സാധിക്കും. കച്ചവട മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് വളരെയധികം നേട്ടങ്ങളും സാമ്പത്തിക വിജയവും കൈവരിക്കാനായിട്ടുള്ള അവസരമാണ് വന്നു ചേരാനായിട്ട് പോകുന്നത്. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ നല്ല പുരോഗതി കൈവരിക്കാനും അതുവഴി ഉപരിപഠനത്തിൽ നേട്ടമുണ്ടാകാനുമുള്ള അവസരം വന്നു ചേരുന്നതാണ്. വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്യുന്നവർക്കും നല്ല പുരോഗതി ഉണ്ടാകും. ജീവിതത്തിൽ നല്ല സാമ്പത്തിക നേട്ടം കൈവരിക്കാനായിട്ട് സാധിക്കും. അവനവൻ്റെ കഴിവും പരിശ്രമവും അനുസരിച്ച് ജീവിതത്തിൽ വളരെ ഉയർച്ചയും പുരോഗതിയും കൈവരിക്കാനായിട്ട് നിങ്ങൾക്ക് അവസരമുണ്ടാവുകയും ചെയ്യും. കുടുംബത്തിൽ വളരെ സ്വസ്ഥതയും സന്തോഷവും നിലനിൽക്കും. സന്താനങ്ങളുടെ പുരോഗതിയിൽ സന്തോഷം അനുഭവപ്പെടുന്നതാണ്. എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധയോടുകൂടി മുമ്പോട്ട് പോയാൽ എല്ലാ വിധത്തിലുമുള്ള ഉയർച്ചയും നിങ്ങൾക്ക് വരുന്നതാണ്. സമഗ്രമായ രാശിചിന്തയിലൂടെ വസ്തുതകൾ അറിഞ്ഞ് വേണ്ട പരിഹാരം ചെയ്ത് മുമ്പോട്ട് പോയാൽ സർവ്വവിധ ഉയർച്ചയും ഫലമാകുന്നു. ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതി ഇവ ചേർന്ന കന്നിക്കൂറുകാർക്ക് ഗുണങ്ങളും ദോഷങ്ങളും സമമായിരിക്കുന്നതായ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഈ ജൂൺ മാസത്തിൽ കടന്നു പോകുന്നത്. മനസ്സിൽ വിചാരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ശരിയാകണമെന്നില്ല. കർമ്മരംഗത്ത് വളരെ പ്രതികൂലമായ സാഹചര്യങ്ങൾക്ക് സാധ്യതയുണ്ട്. പുതിയ ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് കാലതാമസമുണ്ടാകാം. വിദേശത്ത് തൊഴിലിനു വേണ്ടി ശ്രമിക്കുന്നവർക്കും തടസ്സങ്ങളുണ്ടാകാം. IT മേഖലയിലോ ബിസിനസ് മേഖലയിലോ ഒക്കെ അന്യദേശങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ വളരെ ശ്രദ്ധിച്ചു മുമ്പോട്ട് പോവുക. നിങ്ങളുടെ അശ്രദ്ധയും ആലോചനക്കുറവും കാരണം ജോലിയിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായേക്കാം. ദീർഘകാലമായി മനസ്സിൽ ഉദ്ദേശിക്കുന്ന ചില ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനുള്ള അവസരമുണ്ടാകും. ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് ചില പ്രയോജനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ അതീവ ശ്രദ്ധ ആവശ്യമാണ്. ഇല്ലാത്ത പക്ഷം ഉദ്ദേശിക്കുന്ന ഗുണം ഉണ്ടാവുകയില്ല. ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അപ്രതീക്ഷിത നഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. നിങ്ങളുടെ പ്രവർത്തന മേഖലയെപ്പറ്റി വളരെ സൂക്ഷ്മമായി പഠിച്ചു മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം കസ്റ്റമർമാരുമായി നല്ല ബന്ധം സ്ഥാപിക്കാനുള്ള കരുതൽ നടപടികളും ആവശ്യമാണ്. ജീവിതത്തിൽ ദീർഘനാളായി ഉദ്ദേശിക്കുന്ന ചില ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനുള്ള അവസരമുണ്ടാകും. ഗൃഹനിർമ്മാണം ആഗ്രഹിക്കുന്നവർക്ക് അധികം വൈകാതെ അത് തുടങ്ങുവാനായിട്ട് അവസരം ലഭിക്കുന്നതാണ്. എന്നാൽ ഗൃഹനിർമ്മാണത്തിൽ പാഴ്ചെലവുകൾ വർദ്ധിക്കാതെ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വയ്ക്കുക. കുടുംബത്തിൽ ചെറിയ അസ്വസ്ഥതകൾക്കൊക്കെ ഇടയുണ്ട്. സംഭാഷണത്തിൽ വളരെയധികം ആത്മനിയന്ത്രണം ശീലിക്കുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും. സമഗ്രമായ സൂര്യരാശി ചിന്ത ചെയ്ത് വസ്തുതകൾ ശരിയായി അറിഞ്ഞ് ഉചിത പ്രതിവിധി ചെയ്ത് മുമ്പോട്ട് പോകുന്നതായാൽ എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് നല്ല വിജയം നേടാനായിട്ട് സാധിക്കും. ചിത്തിര അവസാന പകുതി, ചോതി, വിശാഖം ആദ്യ മുക്കാൽ ഭാഗം ഇവ ചേർന്ന തുലാക്കൂറുകാരെ സംബന്ധിച്ച് വളരെ അനുകൂലമാണ് ഈ ജൂൺ മാസം. ദീർഘനാളായി മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്ന ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും. ആഗ്രഹങ്ങൾ സാധിക്കാൻ അവസരമുണ്ടാകും.
നല്ല സാമ്പത്തിക പുരോഗതി കൈവരിക്കാനായിട്ട് സാധിക്കും. സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള അവസരവും ഉണ്ടാകും. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കുന്നതാണ്. വിദേശ തൊഴിലിന് ശ്രമിക്കുന്നവർക്ക് അതും സാധിക്കും. വിവിധ മേഖലകളിൽ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും അപൂർവമായ ഗുണങ്ങൾ ഉണ്ടാകും. സ്ഥാനക്കയറ്റം, സാമ്പത്തികമായ പുരോഗതി, കൂടുതൽ സൗകര്യങ്ങൾ ലഭിക്കുക, ദീർഘനാളായി ആഗ്രഹിക്കുന്ന വാസസ്ഥാനം ലഭിക്കുക തുടങ്ങിയ ഒട്ടേറെ ഗുണങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാൻ ഇടയുണ്ട്. കച്ചവടക്കാർക്ക് സാമ്പത്തികമായി വളരെ പുരോഗതി ലഭിക്കാൻ കഴിയും. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവർത്തന മേഖലയിൽ സൂക്ഷ്മമായി പഠിച്ചു മനസ്സിലാക്കി നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയും. കസ്റ്റമർമാരുമായി നല്ല ബന്ധം പുലർത്തുന്നതിലൂടെ കൂടുതൽ ബിസിനസ് നേടിയെടുക്കാനുള്ള അവസരവും നിങ്ങൾക്ക് ഉണ്ടാകും. കുടുംബത്തിൽ സ്വസ്ഥതയും സന്തോഷവും നിലനിൽക്കുന്നതും സന്താനങ്ങളുടെ പുരോഗതിയിൽ സന്തോഷം അനുഭവപ്പെടുന്നതുമാണ്. വിവാഹ ആലോചനകളിൽ തീരുമാനമുണ്ടാകുന്നതാണ്. ഗൃഹനിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് അധികം വൈകാതെ അത് പൂർത്തീകരിച്ച് താമസം തുടങ്ങുവാൻ അവസരമുണ്ടാകും. നിങ്ങൾ നിങ്ങളുടെ സമ്പൂർണമായ രാശിചിന്ത ചെയ്ത് ഉചിത പ്രതിവിധി ചെയ്ത് മുമ്പോട്ട് പോകുന്നതായാൽ എല്ലാ കാര്യങ്ങളിലും വളരെ വലിയ വിജയവും പുരോഗതിയുമാണ് കാണുന്നത്. വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട ഇവയാണ് നാളുകൾ. നിങ്ങൾക്ക് ഗുണദോഷ സമ്മിശ്ര സമയമാണുള്ളത്. മനസ്സിൽ വിചാരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നടക്കണമെന്നില്ല. അപ്രതീക്ഷിതമായ തടസ്സങ്ങൾ പല കാര്യങ്ങളിലും ഉണ്ടാകാം. പ്രവർത്തന രംഗത്ത് പ്രതികൂല സാഹചര്യങ്ങൾക്ക് സാധ്യതയുണ്ട്. എന്ത് കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാലും അതിലെല്ലാം ഒരു കാലതാമസം അനുഭവപ്പെട്ടേക്കാം. ഇച്ഛാഭംഗം, മനക്ലേശം ഇതിനൊക്കെ സാധ്യതയുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു മുമ്പോട്ട് പോവുക. പുതിയ ജോലിയിൽ പ്രവേശിക്കുന്നതിന് താമസം നേരിടാം. നിങ്ങളുടെ കർമ്മരംഗത്ത് അത്ര ഗുണകരമല്ലാത്ത മാറ്റങ്ങൾ പലതും അനുഭവപ്പെടാം. അന്യദേശങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ, തൊഴിൽ രംഗത്ത് പല പ്രകാരത്തിലുള്ളതായ പ്രയാസങ്ങൾ ഇതൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. കച്ചവടക്കാർക്ക് സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടായേക്കാം. ദീർഘനാളായി മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിൽ തടസ്സങ്ങൾ അനുഭവപ്പെടുന്നതിന് സാധ്യതയുണ്ട്. പണമിടപാടുകൾ സൂക്ഷിച്ച് നടത്തേണ്ടതായ കാര്യമുണ്ട്. കുടുംബത്തിൽ ചെറിയ അസ്വസ്ഥതകൾക്കിടയുള്ളതുകൊണ്ട് സംഭാഷണത്തിൽ കരുതലും മിതത്വവും ശീലിക്കുന്നത് നല്ലതാണ്. ബന്ധങ്ങൾ സുഗമമായി മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനാവശ്യമായ ആത്മനിയന്ത്രണവും സൂക്ഷ്മതയുമെല്ലാം ജീവിതത്തിൽ പാലിക്കാനായിട്ട് ശ്രമിക്കുക. എത്ര തന്നെ ദോഷകരമായ ഗ്രഹമാറ്റങ്ങൾ ഉണ്ടായാലും നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളെയും മറികടന്ന് നല്ല വിജയം നേടിയെടുക്കാനുള്ള പലവിധ മാർഗങ്ങളുമുണ്ട്. സമഗ്രവും സമ്പൂർണവുമായ രാശിചിന്തയിലൂടെ വസ്തുതകൾ കണ്ടറിഞ്ഞ് മുമ്പോട്ട് പോവുക. മൂലം, പൂരാടം, ഉത്തരാടത്തിൽ കാൽഭാഗം ഇവ ചേർന്ന ധനുക്കൂറുകാരെ സംബന്ധിച്ച് ഇപ്പോഴത്തെ സമയം ഗുണങ്ങളും ദോഷങ്ങളും ഇടകലർന്നതാണ്. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് നേടിയെടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. നിങ്ങളിൽ പലർക്കും നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുവാനുള്ള അവസരം ലഭിക്കുകയും ചെയ്യും. ദീർഘനാളായി മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള സന്ദർഭം ഉണ്ടാവുകയും ചെയ്യും. വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായി പല നേട്ടങ്ങളും ഉണ്ടാകാം. നിങ്ങൾക്ക് സാമ്പത്തിക പുരോഗതി ലഭിക്കാം. ജോലിയിൽ സ്ഥാനക്കയറ്റമുണ്ടാകാം. നിങ്ങൾ ആഗ്രഹിക്കുന്നതിൽ കൂടുതൽ സൗകര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ ലഭിക്കാൻ സാധ്യതയുണ്ട്. ജീവിതത്തിൽ ദീർഘകാലമായി കണക്ക് കൂട്ടുന്ന പല ലക്ഷ്യങ്ങളും നേടിയെടുക്കാനുള്ള അവസരം നിങ്ങൾക്ക് ഉണ്ടാകുന്നതുമാണ്. കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളിലും നന്നായി ആലോചിച്ച് കാര്യകാരണ സഹിതം വസ്തുനിഷ്ഠമായി എല്ലാം മനസ്സിലാക്കി ഇടപെട്ട് മുമ്പോട്ട് പോകുന്നത് ഗുണം ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ സുപ്രധാനമായ, വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വഴിത്തിരിവിൻ്റെ കാലഘട്ടമാണ് വരാൻ പോകുന്നത്.
ജീവിതത്തിൻ്റെ ഗതി തന്നെ സുപ്രധാനമായ രീതിയിൽ മാറ്റാൻ പര്യാപ്തമായ അപൂർവമായ ഒട്ടേറെ സവിശേഷ അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതായ ഒരു കാലഘട്ടത്തിലേക്കാണ് വരുന്നത്. ഇപ്പം ജീവിതത്തിലെ എല്ലാ അവസ്ഥകളും ശരിയായി അറിഞ്ഞ് മുമ്പോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ്. വ്യക്തിപരമായി നിങ്ങളുടെ സമഗ്രവും സമ്പൂർണവുമായ രാശിവിചിന്തനത്തിലൂടെ എല്ലാ വസ്തുതകളും അറിഞ്ഞ് ഉചിത പ്രതിവിധി ചെയ്ത് മുമ്പോട്ട് പോകുന്നതായാൽ വളരെ ഗുണകരമാണ്. മകര കൂറാണ് അടുത്തത്. ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, അതായത് 45 നാഴിക, തിരുവോണം, അവിട്ടം ആദ്യ പകുതി ഇവ ചേർന്ന മകരക്കൂറുകാർക്ക് ഈ ജൂൺ മാസം എന്ന് പറയുന്നത് ഗുണദോഷ സമ്മിശ്രമായിരിക്കും. പുതിയ ജോലിയിൽ പ്രവേശിക്കുവാനുള്ള അവസരമൊക്കെ നിങ്ങൾക്ക് കൈവരുന്നതാണ്. ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല ജോലി ലഭിക്കാനായിട്ട് സാധിക്കും. വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അതിനുള്ള അവസരവും ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ നിലവിലുള്ള കർമ്മരംഗത്ത് അത്ര തൃപ്തികരമല്ലാത്ത പല മാറ്റങ്ങളും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായ നഷ്ടങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. നിങ്ങളുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ടുള്ള പല സാഹചര്യങ്ങളും കർമ്മരംഗത്ത് അനുഭവപ്പെട്ടേക്കാം. സ്വന്തമായി വിവിധ മേഖലകളിൽ തൊഴിലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും പല രീതിയിലുള്ള പ്രതികൂല സാഹചര്യങ്ങൾക്കിടയുണ്ട്. കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക നഷ്ടങ്ങൾ അനുഭവപ്പെട്ടേക്കാം. ഔദ്യോഗിക രംഗത്തുള്ളവരും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വളരെ നന്നായി ആലോചിച്ച് ശ്രദ്ധിച്ച് തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടതാണ്. കുടുംബത്തിൽ ചെറിയ ചില അസ്വസ്ഥതകൾക്കൊക്കെ സാധ്യതയുണ്ട്. സംഭാഷണത്തിൽ വേണ്ടത്ര കരുതലും മിതത്വവും ശീലിക്കുക. ആരോഗ്യകാര്യങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ പാലിക്കുക. എത്ര തന്നെ ദോഷകരമായ സാഹചര്യങ്ങൾ ഉണ്ടായാലും അതിനെയെല്ലാം തരണം ചെയ്ത് ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല വിജയം നേടിയെടുക്കുന്നതിനുള്ള മാർഗങ്ങളുണ്ട്. നിങ്ങളുടെ സമഗ്രവും സമ്പൂർണവുമായ രാശിചിന്ത ചെയ്ത് വസ്തുതകൾ വിശദമായി അറിഞ്ഞ് വേണ്ട പ്രതിവിധി ചെയ്ത് മുമ്പോട്ട് പോവുക. കുംഭക്കൂറ് അവിട്ടം അവസാന പകുതി, അതായത് 30 നാഴിക, ചതയം പൂരൊരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം, അതായത് 45 നാഴിക ഇവ ചേർന്നതാണ്. കുംഭക്കൂറുകാർക്ക് ഈ ജൂൺ മാസം പൊതുവെ വളരെ അനുകൂലമായിരിക്കും. മനസ്സിൽ ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങളെല്ലാം നടക്കാനുള്ള സാധ്യതയുണ്ട്. സാമ്പത്തികമായി വളരെ പുരോഗതി കൈവരിക്കാനായിട്ട് അവസരമുണ്ടാവുകയും ചെയ്യും. പുതിയ ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഉടനെ അത് സാധിക്കും. വിദേശ തൊഴിലിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അതിനുള്ള അവസരവും ഉണ്ടാകുന്നതാണ്. ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ നിങ്ങൾക്ക് അവസരമുണ്ടാകുന്ന സമയമാണ് ഇത്. വിദേശ രാജ്യങ്ങളിൽ വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും നേട്ടങ്ങളാണ്. നിങ്ങൾക്ക് സാമ്പത്തിക പുരോഗതി കൈവരിക്കാൻ കഴിയും. സ്ഥാനക്കയറ്റമുണ്ടാകുന്നതാണ്. നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന സൗകര്യങ്ങൾ അവിടെ കൂടുതലായിട്ട് ലഭിക്കുന്നതാണ്. നല്ലൊരു വാസസ്ഥാനം നേടിയെടുക്കാൻ അവസരമുണ്ടാകും. തുടങ്ങിയ ഒട്ടേറെ ഗുണങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. കച്ചവടക്കാർക്ക് സാമ്പത്തികമായി വളരെ പുരോഗതി കൈവരിക്കാൻ കഴിയുന്ന സമയമാണിത്. എല്ലാ രീതിയിലും പ്രവർത്തനത്തിൽ ഉയർച്ചയും പുരോഗതിയും കൈവരിക്കുന്നതിനും നിങ്ങളുടെ ബിസിനസ്സിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നതിനുമുള്ള അവസരം ഉണ്ടാകുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് നല്ല പഠന പുരോഗതി ലഭിക്കുന്നതാണ്. ഉപരിപഠന കാര്യങ്ങളിലും ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കും. ജീവിതത്തിൽ വളരെ സുപ്രധാനമായ ഒരു വഴിത്തിരിവിൻ്റെ കാലഘട്ടമാണിത്. സമഗ്രമായ രാശിചിന്തയിലൂടെ വസ്തുതകൾ അറിഞ്ഞ് വേണ്ടത് ചെയ്ത് മുമ്പോട്ട് പോവുക. പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാന കാൽഭാഗം, അതായത് 15 നാഴിക, ഉത്രട്ടാതി, രേവതി ഇവ ചേർന്ന മീനക്കൂറുകാർക്ക് ഈ ജൂൺ മാസം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും. മനസ്സിൽ ഉദ്ദേശിക്കുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ശരിയാകണമെന്നില്ല. അപ്രതീക്ഷിതമായി പല കാര്യങ്ങളിലും തടസ്സങ്ങളൊക്കെ വരാം. പുതിയ ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് കാലതാമസമുണ്ടാകും.
നിങ്ങളുടെ കർമ്മമണ്ഡലത്തിൽ അത്ര അനുകൂലമല്ലാത്ത പല മാറ്റങ്ങളും അനുഭവപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ട്. യാത്രാക്ലേശം, അലച്ചിൽ ഇവയെല്ലാം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നൂതനമായ സംരംഭങ്ങൾ തുടങ്ങാനുള്ള അവസരം നിങ്ങളിൽ പലർക്കും ഉണ്ടാകുന്നതാണ്. എന്നാൽ തങ്ങൾ എന്താണോ തുടങ്ങുന്നത് അതിനെപ്പറ്റി ശരിയായി പഠിച്ചു മനസ്സിലാക്കി വേണം ഇറങ്ങിത്തിരിക്കാൻ. കുടുംബത്തിൽ ചെറിയ ചില അസ്വസ്ഥതകൾക്ക് സാധ്യതയുണ്ട്. സംഭാഷണത്തിൽ വേണ്ടത്ര ആത്മനിയന്ത്രണം ശീലിക്കുന്നത് നന്നായിരിക്കും. ആരോഗ്യകാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കുക. വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്യുന്നവരും വളരെ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോകണം. അല്ലാത്തപക്ഷം സാമ്പത്തിക നഷ്ടങ്ങളും പ്രയാസങ്ങളുമൊക്കെ അനുഭവപ്പെടാൻ ഇടയുണ്ട്. കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർ ധനനഷ്ടങ്ങൾ ഒഴിവാക്കാൻ വളരെ സൂക്ഷ്മത പാലിക്കുക. പണമിടപാടുകൾ വളരെ ശ്രദ്ധിച്ച് നടത്തുക. സമഗ്രവും സമ്പൂർണവുമായ രാശിചിന്തയിലൂടെ നിങ്ങളുടെ ശരിയായ വസ്തുതകൾ കണ്ടറിഞ്ഞ് ഉചിത പ്രതിവിധി ചെയ്ത് മുമ്പോട്ട് പോവുക. നന്ദി, നമസ്കാരം.